السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, നാം കുറെ മുമ്പ് തന്നെ ആരംഭിച്ച ഒരു പരിപാടി മഗ്‌രിബിൻ്റെ ശേഷം ആദ്യമായി നാം തുടങ്ങുകയാണ്. നമുക്കേവർക്കും അറിയാം, ഈ മഹത്തായ പരിപാടി വെച്ചതിൻ്റെ ഉദ്ദേശം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്തിനു വേണ്ടി രൂപീകരിച്ചോ ആ രൂപീകരിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ജനമധ്യത്തിൻ്റെ മുന്നിൽ പ്രചരിപ്പിക്കുക. ഈ ഘട്ടത്തിൽ അത് പ്രചരിപ്പിക്കാൻ വേണ്ടി നാം മുന്നോട്ട് വന്നതിൻ്റെ കാരണം, സമസ്തയുടെ ആശയാദർശത്തിനെതിരായുള്ള പ്രവർത്തകന്മാർ പല സ്ഥലങ്ങളിലും സമസ്തൻ്റെ ആശയാദർശങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് പ്രസംഗങ്ങൾ നടത്തി പ്രചരിപ്പിച്ച് നടക്കുമ്പോൾ അതിൻ്റെ എതിരിൽ അല്ലെങ്കിൽ അതിൻ്റെ സത്യം ഇന്നതാണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത പണ്ഡിതന്മാരായ നമുക്കുണ്ട്. ഇസ്ലാം മതം എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ നിയമങ്ങളാണെന്ന് നമുക്കറിയാം. ആ നിയമത്തിനെ പ്രബോധനം ചെയ്യാൻ വേണ്ടി ആദ്യമായി അള്ളാഹു തആല നിയോഗിച്ചത് അബുൽ ബശർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് 40 ചില്ലറയും കൊല്ലങ്ങൾ പരിശുദ്ധ കഅബ ശരീഫത്തിൻ്റെ അരികെ പോയി ഇബാദത്ത് ചെയ്ത് തിരിച്ചു വരാറുണ്ടായിരുന്നു എന്ന് ഫത്ഹുൽ മുഈനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇസ്ലാം മതം എന്നുള്ള അള്ളാഹുവിൻ്റെ നിയമങ്ങളാകുമ്പോൾ അള്ളാഹുവിൻ്റെ ആ നിയമം അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എൻ്റെ മുമ്പുള്ള നബിമാരും പറഞ്ഞതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലയാണ്. അങ്ങനെ തുടക്കം കുറിച്ചത് നമ്മൾ ഇന്ത്യയിൽ നിന്നാണ്. പഴയ ഇന്ത്യ, ഇപ്പോഴത്തെ ഇന്ത്യ അല്ല, സിലോൺ ഭാഗമൊക്കെ അടക്കമുള്ള ഇന്ത്യ അതന്നെ ഇന്ത്യയിലാണല്ലോ, ഹിന്ദിലാണ്. ഒടുക്കം കുറിച്ചത്, സമാപനം കുറിച്ചത് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയുമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ പോലെയുള്ള കിതാബുകളൊക്കെ ഒന്നായിട്ട് അല്ലാഹു തആല അവർക്ക് ഇറക്കിയതാണെങ്കിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കിയ ഖുർആൻ 23 വർഷക്കാലത്തിൻ്റെ ഉള്ളിലായിട്ടാണ് അത് അവതരിപ്പിച്ച് അവസാനിപ്പിച്ചത്. കാരണം മുമ്പത്തെ എല്ലാ കിതാബുണ്ടതായിരിക്കുന്ന അതിൻ്റെ പൊതുവായ എല്ലാ കാര്യങ്ങളും ഖുർആനിലുണ്ട്. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ അത്രയും ആന്തരികമായ അർത്ഥമുള്ളത് കൊണ്ട് അതിൻ്റെ വിശദീകരണം ഒരുപാട് ആവശ്യമായി വരുന്നത് കൊണ്ടും 23 വർഷക്കാലം എടുത്തു. അള്ളാഹു തന്നെ നബിയോട് പറഞ്ഞു, ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല, അറബി ഭാഷ തിരിഞ്ഞാലും മനസ്സിലായിക്കൊള്ളുന്നില്ല,
ലിതുബജിനാസിമാനുസിലയിലെയും അവരിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ഖുർആൻ നബിയെ തങ്ങൾ വിവരിച്ചു കൊടുക്കണം. ഈ അവർ എന്ന് പറഞ്ഞാൽ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലുള്ള സഹാബത്താണ്. ആ സഹാബത്തൊക്കെ അറബികളാണ്. അറബികൾക്ക് വരേക്കും ഖുർആൻ വിവരിച്ചു കൊടുത്തെങ്കിലേ മനസ്സിലാവുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടല്ലോ. നമുക്കെല്ലാവർക്കും എന്നൊരു സംഗതി തന്നെയാണ്. അപ്പം അത്രയും വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒന്നാണ് ഖുർആൻ. ആ ഖുർആനിൻ്റെ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരായ സഹാബത്തിന് മനസ്സിലാക്കി കൊടുത്തു. സഹാബത്താണല്ലോ ആദ്യത്തെ ശിഷ്യന്മാർ. അവരത് കേട്ട് മനസ്സിലാക്കി. സഹാബത്ത് അവരുടെ ശിഷ്യന്മാരായ താബീങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. താബീങ്ങൾ താബീങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ പരമ്പരാഗതമായി മനസ്സിലാക്കി പോന്ന ഒന്നാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ കാര്യങ്ങളായി വരികയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആൾക്കാരാണെന്ന് നമ്മൾ പറയുന്നത്. അഹ്ലു സുന്നത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്തിൻ്റെ ആൾക്കാർ എന്നാണല്ലോ. ഒരു നിലക്ക് പറയുകയാണെങ്കിൽ സുന്നത്തി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദവും. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സഹാബത്തിൻ്റെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദവും. അത് അംഗീകരിച്ചു കൊണ്ട് പോരുന്നവരാണ് യഥാർത്ഥ ദീനിൻ്റെ ആൾക്കാർ. ഇതിൻ്റെ എതിരിൽ ആര് ശബ്ദം ഉയർത്തിയാലും അത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത നമുക്കുള്ളത് കൊണ്ടാണ്. അതിൻ്റെ ഒരു വേദിയായിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അല്ല, സമസ്ത ഉണ്ടായപ്പോഴാണ് സുന്നത്ത് ജമാഅത്ത് ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ സുന്നത്ത് ജമാഅത്ത്. പിന്നെ അതിൻ്റെ ഒരു വേദി സമസ്ത കേരള ജമിയത്തുൽ ഉലമ. കാരണം ഓരോ കാലത്തിലൊരു വേദികളാണല്ലോ. മുമ്പൊക്കെ ഓത്തള്ളി പഠിച്ചിരുന്ന കാലത്ത് അന്ന് ആ ഓത്തള്ളിയിൽ ബെഞ്ചുണ്ടായിരുന്നു. ഉസ്താദിൻ്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ കൂടിയിരിക്കും, എന്നിട്ട് ഇങ്ങനെ ഓതി പഠിക്കും. പിന്നെ ആ സമ്പ്രദായമായി ബെഞ്ചിട്ട് കസാലിട്ട് മേശട്ട് ഇങ്ങനെയൊക്കെയായി മാറി ഇല്ലേ. അപ്പം ഇപ്പം എന്തായി? സംഘടനയുടെ ലോകമാണ്. എല്ലാവരും സംഘടിക്കുക. രാഷ്ട്രീയക്കാരും സംഘടിക്കുകയാണ്, രാഷ്ട്രീയമില്ലാത്തവരും സംഘടിക്കുകയാണ്, എല്ലാവരും സംഘടിക്കുകയാണ്. അപ്പം സംഘടിച്ചു കൊണ്ടുള്ളായിരിക്കുന്ന പ്രബോധനത്തിന് മാത്രമേ വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ മുൻഗാമികളാകുന്ന സാദാത്യങ്ങളും പണ്ഡിതന്മാരും മനസ്സിലാക്കി. അങ്ങനെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സംഘടന ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമസ്ത ഉണ്ടാക്കിയതിൻ്റെ കാരണം അക്കാലഘട്ടത്തിൽ അതേവരെയൊക്കെ നടന്നു പോന്നിരുന്ന സമ്പ്രദായത്തിനെതിരായിട്ട് പണ്ഡിതന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ജനങ്ങളെ മുന്നിൽ ചെന്ന് സംസാരിച്ചപ്പോൾ അതിനെതിരിൽ വിരൽ ചൂണ്ടുന്നതായ ഒരു പ്രസ്ഥാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായത് കൊണ്ട് ഇവിടെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്താതെ നിലനിർത്താൻ സാധിച്ചു. നേരെ മറിച്ച് നമ്മളൊക്കെ വിഘടിതമായി അങ്ങനെ പോയിക്കാണെങ്കിലുണ്ടല്ലോ, ഇതൊന്നും ഇതേ രൂപത്തിൽ കൊണ്ടുനടക്കാൻ സാധിക്കൂല. എല്ലാവരും ഐക്യത്തോടു കൂടിയുള്ള സംഘടനകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതുമല്ല വളരെ മോശമാണ് പുതിയ ഉത്തമപ്രസ്ഥാനക്കാരെ പറ്റി നോക്കണം. എൻ്റെ നാട് വെളിമുക്കായ എൻ്റെ നാട്ടിൽ എൻ്റെ ഉപ്പാപ്പയുണ്ട് മൊയ്തീൻ മുസ്ലിയാർ നാട്ട്. ഈ മൊയ്തീൻ മുസ്ലിയാരും കെ എം മൗലവി സാഹിബും രണ്ടാളും ശരീക്കന്മാരാണ്. രണ്ടാളും ശരീക്കന്മാരായിരുന്നു. ആ ശരീക്കന്മാരായി ഓതിൻ്റെ അടിസ്ഥാനത്തിൽ കെ എം മൗലവി ഉപ്പാപ്പാൻ്റെ ഖബർ സിയാറത്തിന് വരാറുണ്ട് വെളിമുക്കല്. അപ്പൊ കെ എം മൗലവി വരലെങ്ങനെയാണെന്ന് നിങ്ങൾ ഒരു കമ്മീസൊക്കെ ഇട്ട് തരിക്കെട്ടൊക്കെ കെട്ടി അതിനൊരു വാലൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ വന്നിരുന്ന കെ എം മൗലവിൻ്റെ അതേ രൂപത്തിലാണോ ഇന്നുള്ള മൗലവിമാരെടുക്കണത്? അല്ല, അതേ കെ എം മൗലവി സാഹിബ് തന്നെ മമ്പറത്ത് വന്ന് സിയാറത്ത് ചെയ്യും. എവിടെ അറിയോ? മമ്പറത്തെ മക്കാമിൻ്റെ പുറത്ത് നിന്നിട്ട് ഒരു സിയാറത്ത് ചെയ്ത് പോകുമ്പോൾ എന്നിട്ട് അവിടെ കൂടുന്ന ആൾക്കാരോട് പറയും, ഇതായി കിടക്കുന്ന ആളെങ്ങൾക്കറിയോ? ഇയാളെ ഹയാത്ത് കാലത്ത് നിങ്ങൾ ഒച്ചട്ട് സംസാരിക്കൂലല്ലോ. അതുപോലെ തന്നെയാണ് അയാളെ വഫാത്തിന് ശേഷം പെടുന്ന ഒച്ചന സംസാരിക്കരുതെന്ന് എന്ന്
മമ്പറത്തെ മക്കാമിൽ വന്നു കൂടുന്ന ആളുകളോട് ഉപദേശം ചെയ്തിരുന്ന അയാൾ ആ നേതാവ് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. അതേസമയത്ത് അയാൾ മൗലൂദിനെതിരായിരുന്നോ? ഇല്ല. പക്ഷെ അയാൾക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ മൗലൂദ് ദാസിർ എന്നാൽ ഒരു ഹദീസിന് അർത്ഥം വെക്കുമായിരുന്നു, അതിനെ മായന പറയും, അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോൾ അങ്ങനെ ഉണ്ടോ? അതൊക്കെ പോയി. ഇങ്ങനെ ഓരോ ഭാഗങ്ങളും മുറിച്ച് മുറിച്ച് നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ മൗലവിമാർ രംഗത്ത് വന്നുകൊണ്ട് നാശമുണ്ടാക്കുമ്പോൾ അതിൻ്റെ എതിരിൽ വിരൽ ചൂണ്ടുന്ന ഏക സംഘടന സമസ്ത കേരള ജമിയത്തിലുണ്ട്. അതുകൊണ്ട് ആ സമസ്ത കേരള ജമിയത്തിൻ്റെ ആശയാദർശങ്ങൾ ജനങ്ങളുടെ മേൽ അവതരിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ഒരുപാട് കീഴ്ഘടങ്ങളുണ്ട്. പിന്നെ സുന്നി യുവജന സംഘമുണ്ട്. എല്ലാ പാർട്ടിക്കാർക്കും അല്ലേ? ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ചാണ് മുസ്ലിം ലീഗ്, യൂത്ത് ലീഗില്ലേ? അതുപോലെ സുന്നി യുവജന സംഘമുണ്ട്. അതുപോലെ തന്നെ ഈ ലീഗിന് MSF ഉണ്ട്. അതുപോലെ തന്നെ സമസ്തക്ക് SKSF ഉണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാനുള്ളതായ ചുറ്റുപാടിലായിട്ടാണ് നമ്മുടെ സംഘടന മുന്നോട്ട് പോകുന്നത്. അത് ഈ പുരോഗമിച്ച് വന്നതുകൊണ്ട് ഇവരൊക്കെ ഒരുപാട് നിലക്ക് തടയിടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ യഥാർത്ഥ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ജനമധ്യത്തിനോട് എടുത്തു കളയാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ നവീനവാദികളാകുന്ന പണ്ഡിതന്മാർ രംഗത്ത് വരുന്നു. അതിനാണ് ഞാൻ KM മൗലവിൻ്റെ പറഞ്ഞത്. ആ KM മൗലവിൻ്റെ ശേഷമുള്ള മൗലവിമാർ ഇന്ന് അവർക്കൊന്നുമില്ല, തലയിലില്ല. മെമ്പർമാർ കയറുകയാണെങ്കിലും ആർക്കും തരികെട്ടില്ല. തരികെട്ട് വേണമെങ്കിൽ ഒരു തലമറക്ക പോലുമില്ല. ഈ രൂപത്തിലായി തരം താഴ്ന്നിരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ഇതൊന്നും ശരിയല്ലെന്ന് ലോകത്തിന് മുന്നിൽ പറയേണ്ട ബാധ്യത മുഅല്ലിമീങ്ങളാകുന്ന നമുക്കുണ്ട്, പണ്ഡിതന്മാർക്കുണ്ട്. ഈ ഒരു ബോധത്തോടുകൂടെ നമ്മൾ എവിടെയൊക്കെ തരീം ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ വരുന്ന ജനങ്ങളോട് സാന്ദർഭികമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സാന്ദർഭികമായി ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? നമ്മൾ രാജ്യത്ത് നിന്നാണ്ട് തല്ലിമുട്ടിലാക്കാനല്ല, അത് ശരിയാവില്ല. ഈ ഇക്ര ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന് പറഞ്ഞുകൊടുത്ത് ഇക്ര ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ പേര് കൊണ്ട് വായിക്കാന്നാ പറഞ്ഞത്. അവിടെ പറഞ്ഞു സത്യത്തിൽ ഇതെവിടെ ഇറങ്ങുന്നത് മക്കത്താണ്. ആ മക്കത്തെ സ്ഥിതി എന്താ? മുഴുവൻ ശിർക്കാണ്. അവിടെ മുന്നിൽ പറയേണ്ടത് ശിർക്കിൻ്റെ കാര്യമല്ലേ? ഇക്ര ബിസ്മി റബ്ബിക്കല്ലദീ ലാ ശരീക ലഹു അങ്ങനെ പറയാവേണ്ടത്. അവിടെ ഖലഖ പറയാനുള്ള കാരണം വലിയ ദൈവമാണ് സൃഷ്ടിക്കുന്നത് എന്ന് മക്കക്കാരൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ എതിരില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമാധാനമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ ആശയത്തിനോട് നടപ്പിൽ വരുത്തണം. ഇതാണ് പണ്ഡിതന്മാരായി നമ്മൾ ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി ഫഖറുദ്ദീൻ റാസി തഫ്സീർ നോക്കിയാൽ കാണാം. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി 2 ശിഷ്യന്മാരെ ബസ്രയിലേക്ക് പറഞ്ഞയച്ച് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബ് പ്രചരിപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്നിട്ട് അവരെന്ത് പറഞ്ഞു? അബൂ ഹനീഫയുടെ മദ്ഹബാണ് പറഞ്ഞു. അവർക്ക് അബൂ ഹനീഫയും അറിയാം, മദ്ഹബും അറിയില്ല. അവരെല്ലാം കൂടി വരെ തിരിഞ്ഞു. അവർ തിരിച്ചു വന്നു. ബഹുമാനോട് അബൂ ഹനീഫ ചോദിച്ചു എവിടെ നിന്നായി എന്ന് വെച്ചു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പറഞ്ഞു. അപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോട് പറഞ്ഞെന്താ, നിങ്ങളെപ്പറ്റി ഞാൻ മനസ്സിലാക്കി, നിങ്ങൾ തബ്ലീഗിൻ്റെ മര്യാദ പഠിച്ചവരാണെന്ന്. അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ആ നാട്ടുകാർ ഏത് മദ്ഹബുകാരാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ആ മദ്ഹബ് നിങ്ങൾ പറയണം. അപ്പം നിങ്ങൾക്ക് അവരെ മദ്ഹബിനെ പറ്റി അറിയാമെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുക. അതിനുശേഷമായി എൻ്റെ മദ്ഹബ് പറയേണ്ടതായിരുന്നു. അതാ പറഞ്ഞത്. ചാടി പറയരുത്, ബാക്ക് കൂടെ പോകണം. മുന്നിലാണ്ട് പോകുമ്പോൾ നമ്മൾ ചാടരുത്, ബാക്ക് മനസ്സിലാക്കിയിട്ട് ഓനെ തള്ളിയിടണം. ഈ രൂപത്തിൽ പോകുമ്പോഴാണ് നമ്മളുടേതാകുന്ന ഉദ്ദേശം ലക്ഷ്യത്തിൽ പൂർണ്ണമായി എത്തിത്തീരുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയല്ല. എന്നോട് ഇവിടെ വന്നപ്പം എനിക്ക് ആദ്യം വരാൻ കഴിഞ്ഞില്ല, വേറെ പരിപാടി നമ്മുടെ മഹലിൽ ഉണ്ടായതുകൊണ്ട്. അപ്പം നിങ്ങളെ കൊണ്ട് കണ്ട് സന്തോഷത്തിൽ പങ്കുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പം മാസ്റ്ററും കൂടി പറഞ്ഞ് അയാൾ 2 വാക്ക് പറയട്ടെ എന്ന്. അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഹ്ലുകാരിലും അതിൻ്റെ പ്രചാരകന്മാരിലും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരും ആക്കി തീർക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.